ഇപ്പൊ AI യുഗമായത് കൊണ്ട് തന്നെ ശരിയാണോ തെറ്റാണോ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊന്നും തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അത് തന്നെയാണ് നമ്മുടെ കടൽ മച്ചാന്റെ കാര്യത്തിലും സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെതാണെന്നും പറഞ്ഞ് ഒരു പ്രൈവറ്റ് വീഡിയോ ലീക്ക് ആവുകയും ചെയ്തു. എന്നാൽ അത് തന്റെ വീഡിയോ അല്ല എന്നും അത് ശരിക്കും AI ഉപയോഗിച്ച് ചെയ്തതാണെന്നും ഒക്കെ അദ്ദേഹം പറയുന്നു. അതിനെതിരെ അദ്ദേഹം തന്നെ തന്റെ അമ്മയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു എന്ന രീതിയിൽ ഒരു പിക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ അതൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ഇങ്ങനൊരു വീഡിയോ ലീക്ക് ആയതിനു ശേഷം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം പ്രതികരിച്ചതും ഇതുപോലെ കംപ്ലൈന്റ് ചെയ്യുകയും ചെയ്തത്. അതിന് അദ്ദേഹം തന്നെ പറയുന്ന കാരണം, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ തിരിച്ച് അങ്ങനെ തന്നെ പ്രതികരിച്ചാൽ ഞാനും നിങ്ങളുമായി മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ലല്ലോ എന്ന രീതിയിലും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കടൽ മച്ചാൻ്റെതാണെന്ന രീതിയിൽ പല ആളുകളും പലതരത്തിലും ആ വീഡിയോ എടുക്കുകയും അദ്ദേഹത്തെ ഒരുപാട് ട്രോളുകയും ചെയ്തിരുന്നു. പല കാര്യങ്ങളിലും അദ്ദേഹത്തിനോട് വിയോജിപ്പുള്ള പല ആളുകളും ഉണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ പല കളികളും അങ്ങനെ തന്നെയായിരുന്നു. എന്തു തന്നെ ആയാലും ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം നിരപരാധിയാണോ അതോ അപരാധിയാണോ, ശരിക്കും ഏതെങ്കിലും സ്ത്രീയുടെ ഹണി ട്രാപ്പിൽ പെട്ടുപോയതാണോ എന്നൊന്നും തന്നെ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത സ്ഥിതി. കാരണം മറ്റൊന്നുമല്ല, എല്ലാത്തിനും കാരണം വികസിച്ചെടുത്ത സാങ്കേതിക വിദ്യ മാത്രം. ഒരുപക്ഷെ ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നത് അത് ശരിക്കും അദ്ദേഹത്തിന്റെ വീഡിയോ തന്നെയാണെന്നും ഏതോ ഒരു സ്ത്രീ ഹണി ട്രാപ്പിലൂടെ അദ്ദേഹത്തെ കുടുക്കിയതാണെന്നും അതോടൊപ്പം തന്നെ അദ്ദേഹം സംസാരിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ആ വോയിസ് മോഡുലേഷനും മറ്റു കാര്യങ്ങളും ഒക്കെയും തന്നെ നോക്കിയാൽ അത് ശരിക്കും ഒറിജിനൽ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെയുമാണ് പറയുന്നത്. പക്ഷേ അത്രയ്ക്കും പെർഫെക്റ്റായി തന്നെ AI ഉപയോഗിച്ച് നമുക്ക് എന്ത് തന്നെ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാൻ സാധിക്കും എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇദ്ദേഹത്തിന്റെ കാര്യമായതുകൊണ്ട് മാത്രം ആളുകൾക്ക് കുറച്ചും കൂടി സംശയങ്ങൾ ബലപ്പെടുന്നു എന്നതും ഒരു കാരണമാണ്. ഒരുപക്ഷെ അങ്ങനെ പക തീർക്കാനോ മറ്റോ ഇതുപോലുള്ള വീഡിയോകൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ഒരുപക്ഷെ എത്രയോ സെലിബ്രിറ്റികളുടെ വീഡിയോ എടുത്ത് ഇതുപോലെ ആളുകൾ ചെയ്ത് നോക്കിയേനെ. അങ്ങനെ ചെയ്താൽ തന്നെ അത് ഒരു തരത്തിലും വൈറലാവുന്നും ഇല്ല. കാരണം ആദ്യം കാണുന്ന ആളുകൾക്ക് തൊട്ടേ ഇത് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരിക്കലും തന്നെ ഒറിജിനൽ അല്ല എന്ന രീതിയിൽ. പക്ഷേ അതുപോലെയല്ല മച്ചാന്റെ കാര്യത്തിൽ. പല ആളുകൾക്കും ഇത് ഇദ്ദേഹം ചെയ്തത് കൊണ്ട് തന്നെ ആയിരിക്കും എന്നൊരു തോന്നൽ കൊണ്ട് പെട്ടെന്ന് തന്നെ അത് വൈറലാവുകയും ചെയ്തു. അതിലുമുപരി 100% പെർഫെക്റ്റ്, ഒരുപക്ഷെ 90% അദ്ദേഹത്തിൻ്റെ തന്നെ ആവാനും സാധ്യതയുണ്ട് എന്നതുകൊണ്ടായിരിക്കാം ഇത് ഇത്രത്തോളം വൈറലായി പോയതും. എന്തു തന്നെ ആയാലും അങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തവർക്കെതിരെയും പ്രചരിപ്പിച്ചവർക്കെതിരെയും അദ്ദേഹത്തെ താറടിച്ച് കാണിച്ചവർക്കെതിരെയും ഒക്കെയും തന്നെ ഞാൻ പോരാട്ടം തുടരും, അവർക്കൊക്കെയും തന്നെ 8ന്റെ പണി വരും എന്ന രീതിയിൽ തന്നെയാണ് മച്ചാൻ താക്കീത് ചെയ്യുന്നത്. ഞങ്ങളുടെ കടൽ മച്ചാൻ ഒരുപക്ഷെ ഇത്രത്തോളം വൃത്തികെട്ടവനല്ല എന്നത് തന്നെയാണ് എൻ്റെ ഒരു തിയറി. ഒരുപക്ഷെ എത്ര തന്നെ കുബുദ്ധിയുള്ള ആളാണെങ്കിലും എത്ര തന്നെ അറിവുള്ള ആളാണെങ്കിലും ഒരു പെണ്ണ് വിചാരിച്ചാൽ ഈസിയായി അവനെ വളയ്ക്കാനും ഇതുപോലെ വലിയൊരു കുഴിയിൽ ചെന്ന് ചാടിപ്പിക്കാനും സാധിക്കും. പക്ഷേ കടൽ മച്ചാനെ അങ്ങനെയൊന്നും സാധിക്കത്തില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം അത്രയ്ക്കുമുണ്ട് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയുടെ ആഴം. അതുകൊണ്ട് തന്നെ ആ വീഡിയോ അദ്ദേഹത്തിൻ്റെതല്ല എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് എനിക്ക് താല്പര്യം. നിങ്ങൾ